Good morning students, welcome to this video. നമ്മൾ ചാപ്റ്റർ 5 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 6th ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, ദിസ് ചാപ്റ്റർ ഡീൽസ് വിത്ത് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്. നമ്മുടെ വീട്ടുപകരണങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഹീറ്റിംഗ് എഫക്ട്, ഓക്കെ, ഹീറ്റിംഗ് എഫക്റ്റിനെ പറ്റി പഠിക്കണം. ഓക്കെ, നമുക്കറിയാം when an electric current flows through a conductor, some energy is consumed. ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോ കണ്ടക്ടർ കുറച്ച് എനർജി കൺസ്യൂം ചെയ്യും. അതിന്റെ ഫലമായിട്ട് കണ്ടക്ടർ ഹീറ്റ് ആവും. ഇവിടെ സംഭവിക്കുന്നത് electrical energy is converted into heat energy. അതായത് ഒരു കണ്ടക്ടർ വഴി ഇലക്ട്രിക് കറണ്ട് ഒഴുകുമ്പോൾ കുറച്ച് എനർജി കണ്ടക്ടർ കൺസ്യൂം ചെയ്യും. അതിന്റെ ഫലമായിട്ട് കണ്ടക്ടർ ഹീറ്റ് ആവും. കണ്ടക്ടർ ഹീറ്റ് ആവുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്തു. ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ when an electric current flows through a conductor, it consumes some energy. Okay, കുറച്ച് എനർജി ആ കണ്ടക്ടർ കൺസ്യൂം ചെയ്യും. ഓക്കെ, then conductor will heat up. Okay, കണ്ടക്ടർ ചൂട് പിടിക്കും. ആക്ച്വലി in conductor electrical energy is converted into heat energy. അപ്പോൾ ആ കണ്ടക്ടർ സംഭവിച്ചത് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഹീറ്റിംഗ് എഫക്ട് ഈസ് applied in many of our domestic appliances. ഈ കണ്ടക്ടറിന്റെ ഹീറ്റിംഗ് എഫക്ട്, ആ പ്രിൻസിപ്പിള് പല ഗൃഹോപകരണങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് heating effect is widely used in the operation of many domestic appliances. നമ്മുടെ ഗൃഹോപകരണങ്ങളിൽ ഒരുപാട് എണ്ണങ്ങളിൽ ഈ ഹീറ്റിംഗ് എഫക്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടക്ടറിന്റെ ഹീറ്റിംഗ് എഫക്ട്, അതായത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ കണ്ടക്ടർ ഹീറ്റ് ആവും. ഓക്കെ, ആ ഹീറ്റിംഗ് എഫക്ട് ഒരുപാട് ഡൊമസ്റ്റിക് അപ്ലയൻസസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോൾഡറിംഗ് അയനെ പറ്റിയാണ്. അതിനു മുമ്പ് സോൾഡറിംഗ് അയൺ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സോൾഡറിംഗ് എന്താന്ന് പഠിക്കണം. എന്നാൽ ഈ സോൾഡറിംഗ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a hand tool used in soldering process. സോൾഡറിംഗ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് ടൂൾ ആണ്. സോൾഡറിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡ് ടൂൾ ആണ്. ഓക്കെ, ഇതാണ് സോൾഡറിംഗ് അയൺ. ഓക്കെ, ഇപ്പോൾ സോൾഡറിംഗ് അയൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹാൻഡ് ടൂൾ. ഓക്കെ, യൂസ്ഡ് ഇൻ സോൾഡറിംഗ്. ഓക്കെ, ഇപ്പോൾ സോൾഡറിംഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡ് ടൂൾ ആണ് ഈ സോൾഡറിംഗ് അയൺ. അതിന്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഈ സോൾഡറിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? സോൾഡറിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജോയിനിങ് പ്രോസസ്. അതൊരു ജോയിനിങ് പ്രോസസ് ആണ്. ഓക്കെ, നിങ്ങൾ പല ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് കണ്ടു കാണും. ഓക്കെ, അതിനകത്ത് ഈ റെസിസ്റ്റർ, കപ്പാസിറ്റർ, അതേപോലെ തന്നെ LED, ഇതെല്ലാം ആ സർക്യൂട്ട് ബോർഡിൽ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സോൾഡറിംഗ് എന്ന പ്രോസസ് മൂലമാണ്. ഓക്കെ, സോൾഡറിംഗ് എന്ന പ്രോസസ് മൂലമാണ് ഈ സർക്യൂട്ട് ബോർഡിനകത്ത്, PCBക്കകത്ത്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിനകത്ത് ഈ കമ്പോണൻസ് ജോയിൻ ചെയ്ത് വെക്കുന്നത് സോൾഡറിംഗ് പ്രോസസ് മൂലമാണ്. അപ്പോൾ സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജോയിനിങ് പ്രോസസ്, ഒരു ജോയിനിങ് പ്രോസസ് ആണ്. അപ്പോൾ ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലും മറ്റും കമ്പോണൻസ് ജോയിൻ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ചേർത്ത് വെക്കുന്നത് ഈ സോൾഡറിംഗ് എന്ന പ്രോസസ് മൂലമാണ്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചൊരു LED-യുടെ 2 ലെഗുകൾ ആ സർക്യൂട്ട് ബോർഡിൽ ജോയിൻ ചെയ്ത് വെക്കുന്നതാണ്. ഇത് സർക്യൂട്ട് ബോർഡാണ്. ഞാൻ ഇത് വരച്ചിരിക്കുന്നത് ഈ സർക്യൂട്ട് ബോർഡാണ്. ഓക്കെ, ഇതാണ് LED. അതിന്റെ 2 ലെഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് LED-യുടെ 2 ലെഗുകൾ കാണിച്ചിരിക്കുന്നു. ഓക്കെ,
ഇതും LED ലെഗാണ്, ഇത് സർക്യൂട്ട് ബോർഡാണ്. ഈ LED എങ്ങനെയാണ് ഈ സർക്യൂട്ട് ബോർഡിൽ ജോയിൻ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സോൾഡറിംഗ് എന്ന പ്രോസസ്സ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഹാൻഡ് ടൂളിനെ വിളിക്കുന്ന പേരാണ് സോൾഡറിംഗ് അയൺ. ഇനി നമുക്ക് സോൾഡറിംഗ് പ്രോസസ് ചെയ്യണമെങ്കിൽ സോൾഡർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വേണം. ഒരു ഫില്ലർ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. സോൾഡർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വേണം. അതിനെ വിളിക്കുന്ന പേര് ഫില്ലർ മെറ്റീരിയൽ. ഈ സോൾഡറിനെ ഫില്ലർ മെറ്റീരിയൽ എന്ന് വിളിക്കാൻ കാരണം ആ ജോയിനിങ് ഫില്ല് ചെയ്യുന്നത് സോൾഡർ വെച്ചാണ്. അതുകൊണ്ടാണ് അതിനെ ഫില്ലർ മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ, രണ്ട് മെറ്റൽ പീസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഓക്കെ, ആ ജോയിനിങ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ സോൾഡർ കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ ഫില്ലർ മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ നിർമ്മിക്കുന്നത് ടിന്നും ലെഡ് ഉപയോഗിച്ചാണ്. ടിൻ ആൻഡ് ലെഡ്. സോൾഡർ നിർമ്മിച്ചിരിക്കുന്നത് ടിൻ ആൻഡ് ലെഡ് ഉപയോഗിച്ചാണ്. എങ്ങനെയാണ് ഈ സോൾഡറിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, LED രണ്ട് ലെഗും ആ സർക്യൂട്ട് ബോർഡിലുള്ള ആ ഹോൾസിനകത്തോട്ട് കയറ്റി വെക്കും. ഓക്കെ, സർക്യൂട്ട് ബോർഡിലുള്ള ഹോൾസിലോട്ട് കയറ്റി വെക്കും. എന്നിട്ട് നമ്മൾ ഈ ഫില്ലർ മെറ്റീരിയൽ എടുക്കും, അതായത് സോൾഡർ എടുക്കും, അതായത് ഫില്ലർ മെറ്റീരിയൽ. അത് ഉപയോഗിച്ചാണ് ആ ജോയിനിങ് ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ സോൾഡറിങ് ഞാൻ ചൂടാക്കും, ഹീറ്റ് ചെയ്യും, ചൂടാക്കും. ഇനി നമ്മൾ ഈ ചൂടാക്കിയ സോൾഡറിങ് അയൺ കൊണ്ട് ഈ സോൾഡറിനെ ഉരുക്കി ആ ജോയിനിങ്ങിലേക്ക് വെക്കും. ഓക്കെ, ജോയിനിങ്ങിലേക്ക് വെച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പൊ ആ രണ്ട് ഹോൾസിലാണ് അതിന്റെ ലെഗ് ഇരിക്കുന്നത്. രണ്ട് ഹോൾസിൽ LED രണ്ട് ലെഗ് വെച്ച് കഴിഞ്ഞാൽ അത് ഊരി താഴെ വീഴും. ഓക്കെ, നമുക്ക് അവിടെ ജോയിൻ ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED രണ്ട് ലെഗുകൾ ആ സർക്യൂട്ട് ബോർഡിലെ ഹോൾസിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കണം. സാധാരണഗതിയിൽ ഒരു സർക്യൂട്ട് ബോർഡ് എടുത്ത് അതിനകത്ത് രണ്ട് ഹോൾ ഉണ്ടെങ്കിൽ LED എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു താഴെ വീഴും. അങ്ങനെ ഒരു താഴെ വീഴാൻ പാടില്ല. അത് ഫിക്സ് ചെയ്ത് വെക്കണം, അത് ജോയിൻ ചെയ്ത് വെക്കണം. ആ ജോയിനിങ് പ്രോസസ് ആണ് സോൾഡറിങ്. അപ്പോൾ ആ ജോയിനിങ് പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സോൾഡർ മെറ്റീരിയൽ, അതായത് ആ ഫില്ലർ മെറ്റീരിയൽ ചൂടായ സോൾഡറിങ് അയൺ കൊണ്ട് മെൽറ്റ് ചെയ്യും, ഉരുക്കും. എന്നിട്ട് ആ ജോയിനിങ്ങിൽ ഒഴിക്കും. ആ ഹീറ്റ് ചെയ്ത സോൾഡർ എന്ന് പറഞ്ഞ ജോയിനിങ് മെറ്റീരിയൽ, ഫില്ലർ മെറ്റീരിയൽ ഈ സോൾഡറിങ് അയണിന്റെ സഹായത്തോടു കൂടി ആ സോൾഡറിനെ ചൂടാക്കി ഉരുക്കി മെൽറ്റ് ചെയ്ത് ആ ജോയിനിങ്ങിൽ ഒഴിക്കും. കുറച്ചു കഴിഞ്ഞ് ഈ ഉരുകിയ സോൾഡർ കുറച്ചു കഴിയുമ്പോൾ അത് കൂൾ ഓഫ് ചെയ്യും, തണുക്കും. എന്നിട്ട് ഒരു സ്ട്രോങ് ജോയിന്റ് ആയിട്ട് അവിടെ ഇരിക്കും. ഈ ഉരുകിയ സോൾഡർ കുറച്ചു കഴിയുമ്പോൾ കൂൾ ഓഫ് ചെയ്യും, തണുക്കും. എന്നിട്ട് അവിടെ ഒരു സ്ട്രോങ് ജോയിന്റ് ആയിട്ട് അത് പറ്റിപ്പിടിച്ചിരിക്കും ആ സർക്യൂട്ട് ബോർഡിൽ. ഓക്കെ, ഇതാണ് സോൾഡറിംഗ് പ്രോസസ്. ഇപ്പോൾ സോൾഡറിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോൾഡറിനെ ഈ ചൂടായ സോൾഡറിംഗ് അയൺ കൊണ്ട് ഉരുക്കും, മെൽറ്റ് ചെയ്യിക്കും. എന്നിട്ട് അതിനെ ആ ജോയിന്റിൽ വീഴിപ്പിക്കും. കുറച്ചു കഴിയുമ്പോൾ ഈ ഉരുകിയ സോൾഡർ തണുക്കും. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് ജോയിന്റ് ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ സോൾഡറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സോൾഡറിംഗ് പ്രോസസ്. ഇതൊരു ജോയിനിങ് പ്രോസസ് ആണ്. അപ്പോൾ സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ is a process in which two or more items are joined together by melting and putting a filler material into joint. സോൾഡറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ പീസിനെ ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. ഓക്കെ, രണ്ടോ അതിലധികമോ പീസിനെ ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സോൾഡറിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്യും, ഒരു സോൾഡറിനെ മെൽറ്റ് ചെയ്യിക്കും. ഈ സോൾഡറിംഗ് അയണിന്റെ സഹായത്തോടു കൂടി, ചൂടായ സോൾഡറിംഗ് അയണിന്റെ സഹായത്തോടു കൂടി സോൾഡറിനെ
മെൽറ്റ് ചെയ്യിക്കും. എന്നിട്ട് അതിനെ ജോയിന്റിലേക്ക് എന്തോ ചെയ്യും, ഫില്ല് ചെയ്യിക്കും. ഓക്കെ, ആ ജോയിന്റിലേക്ക് ആ ഉരുകിയ സോൾഡറിനെ എന്തോ ചെയ്യും, ഫില്ല് ചെയ്യിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് തണുക്കും, ആ സോൾഡർ എന്തോ ചെയ്യും, തണുക്കും. എന്നിട്ട് അവിടെ അത് ഒരു സ്ട്രോങ് ജോയിന്റ് ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സോൾഡറിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾഡറിംഗ് പ്രോസസ്സിൽ നമ്മൾ ഇവിടെ 2 LED കാല് ഈ സർക്യൂട്ട് ബോർഡിനകത്ത് ജോയിൻ ചെയ്ത് വെച്ചു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 2 LED കാല് ആ ഹോൾസിനകത്ത് വെക്കും. എന്നിട്ട് ഈ സോൾഡർ എന്ന് പറഞ്ഞ ഫില്ലർ മെറ്റീരിയൽ എടുക്കും. അതിനെ ചൂടായ സോൾഡറിംഗ് അയൺ കൊണ്ട് ഉരുക്കി ആ ജോയിന്റിൽ ഒഴിക്കും. ആ ഉരുക്കി ഒഴിച്ച ആ സോൾഡർ കുറച്ച് കഴിയുമ്പോൾ തണുക്കും, കൂൾ ഓഫ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ജോയിന്റ് ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ സോൾഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജോയിന്റ് പ്രോസസ്. ഓക്കെ, ഇൻ വിച്ച് 2 or more items are joined together by melting and putting a filler metal into joint. ഒരു ഫില്ലർ മെറ്റലിനെ മെൽറ്റ് ചെയ്ത് ആ ജോയിന്റിലേക്ക് ഒഴിച്ച് 2 അതിലധികമോ പീസിനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് സോൾഡറിംഗ് പ്രോസസ്. ഈ സോൾഡർ എന്ന ഫില്ലർ മെറ്റീരിയൽസിനെ മെൽറ്റ് ചെയ്യിച്ച് ഉരുക്കി ആ ജോയിന്റിലേക്ക് ഒഴിച്ച് 2 അതിലധികമോ പീസിനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ സോൾഡറിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സോൾഡറിംഗ് പ്രോസസ് നടത്തുന്ന ടൂളാണ് സോൾഡറിംഗ് അയൺ. ഹാൻഡ് ടൂൾ യൂസ്ഡ് ഫോർ സോൾഡറിംഗ് ഈസ് നോൺ ആസ് സോൾഡറിംഗ് അയൺ. ഇനി നമുക്കറിയാം, ഈ സോൾഡർ എന്ന് പറഞ്ഞ ഫില്ലർ മെറ്റീരിയൽ, ആ ജോയിനിങ് ചെയ്യിക്കുന്ന ആ മെറ്റീരിയൽ നിർമ്മിച്ചിരിക്കുന്നത് ടിന്നും ലെഡും കൊണ്ടാണ്. ഓക്കെ, ടിൻ ആൻഡ് ലെഡ് കൊണ്ടാണ് ആ സോൾഡർ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ,